നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സർവ്വകാല റെക്കോർഡും മറികടന്ന് സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. ഗ്രാമിന് 8,220 രൂപയും പവന് 65,760 രൂപയുമാണ് ശനിയാഴ്ചത്തെ വിപണി വില. സ്വർണ്ണവിലയോടൊപ്പം കുറഞ്ഞ പണിക്കൂലിയായ 10%, 3% GSTയും HUID ചാർജ് കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഉപഭോക്താവിന് 74,000 രൂപയോളം നൽകേണ്ടി വരും. ജില്ലാ പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 15 അന്താരാഷ്ട്ര ഉപഭോക്തൃ അവകാശ ദിനം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA ചിസ്ലാം ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കാത്തതിൽ പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ച് SBI പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ആലപ്പുഴ YMCA ഹാളിൽ സംഘടിപ്പിച്ച പൊതുയോഗം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K. രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്തൃ സംഘടനയായ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലോക ഉപഭോക്തൃ ദിനാചരണ പരിപാടിയും പുരസ്കാരദാന ചടങ്ങും സംഘടിപ്പിച്ചു. സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ മന്ത്രി G. സുധാകരന് രാഷ്ട്രമിത്ര പുരസ്കാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ അംഗനവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 16-ാം വാർഡിലെ 20-ാം നമ്പർ അംഗനവാടിയാണ് നാടിന് സമർപ്പിച്ചത്. H. ഇസ്ലാം MLA അംഗനവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭയുടെ 2025-26 വർഷത്തിലേക്കുള്ള വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള വികസന സെമിനാർ സംഘടിപ്പിച്ചു. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ H. ഇസ്ലാം MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ സർവ്വകാല റെക്കോർഡും മറികടന്ന് സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. ഗ്രാമിന് 8,220 രൂപയും പവന് 65,760 രൂപയുമാണ് ശനിയാഴ്ചത്തെ വിപണി വില. സ്വർണ്ണവിലയോടൊപ്പം കുറഞ്ഞ പണിക്കൂലിയായ 10%, 3% GSTയും HUID ചാർജ് കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഉപഭോക്താവിന് 74,000 രൂപയോളം നൽകേണ്ടി വരും. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് സ്വർണ്ണവില 65,000 രൂപ കടന്നു. 22 കാരറ്റ് സ്വർണത്തിന് 65,760 രൂപയാണ് ഒരു പവന്റെ വില. ഗ്രാമിന് 8,220. കഴിഞ്ഞ 3 ദിവസത്തിനിടെ മാത്രം 1,680 രൂപയോളമാണ് സ്വർണ്ണവില വർദ്ധിച്ചത്. അന്താരാഷ്ട്ര സ്വർണ്ണവില ചരിത്രത്തിലാദ്യമായി $3,000 കടന്നതോടെ സ്വർണ്ണവില വീണ്ടും ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തും. സ്വർണ്ണവില ഉയർന്നതോടെ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ 74,000 രൂപയിലധികം ഒരു പവന് നൽകേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. സ്വർണ്ണവിലയോടൊപ്പം കുറഞ്ഞ പണിക്കൂലിയായ 10%, 3% GSTയും HUID ഹോൾമാർക്കിംഗ് ചാർജുകളടക്കം കൂട്ടുമ്പോഴാണ് ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് 74,000-ലധികം നൽകേണ്ടി വരിക. സ്വർണ്ണാഭരണത്തിന്റെ ഡിസൈൻ മാറ്റുന്നതനുസരിച്ച് പണിക്കൂലിയും വർദ്ധിക്കുമെന്നത് ഉപഭോക്താക്കളിൽ നേരിയ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. സ്വർണത്തിന്റെ വില ഇത്തരത്തിൽ അടിക്കടി ഉയരുന്നതോടെ സ്വർണ്ണ വ്യാപാര രംഗത്തെ ചെറുകിട വ്യാപാരികളെ സാരമായി ബാധിക്കുന്നതായും ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഡോളർ രൂപ വിനിമയ നിരക്ക് രീതി തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുതിച്ചു കയറാൻ സാധ്യതയുണ്ടെന്നും വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ജില്ലാ പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 15 അന്താരാഷ്ട്ര ഉപഭോക്തൃ അവകാശ ദിനം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA ചിസ്ലാം ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള ശരിയായ മാറ്റം എന്നതായിരുന്നു ഈ വർഷത്തെ സന്ദേശം. ജില്ലാ പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഉപഭോക്തൃ അവകാശ ദിനം ആചരിച്ചു. സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള ശരിയായ മാറ്റം എന്ന സന്ദേശം ഉയർത്തി സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി അമ്പലപ്പുഴ MLA H. ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മുന്നിൽ അത്തരം നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഈ പ്രയാസം നമുക്ക് വന്നു ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന പാർലമെന്റ് പാസാക്കിയ നിയമത്തെക്കുറിച്ച് നമ്മുടെ സൊസൈറ്റിക്ക് ഒരു ധാരണ പൊതുവെ കുറവാണ് എന്നുള്ളതാണ്. അത് ഏറെ പേര് അങ്ങനെ ഒരു പക്ഷേ അത് ഇനി അവകാശം നമുക്കുണ്ട്. പണം കൊടുത്ത് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്കോ സേവനങ്ങൾക്കോ ശരിയായ നിലയിൽ അത് അങ്ങനെ ലഭിക്കുന്നില്ല എങ്കിൽ അത് ചോദ്യം ചെയ്യാനും നിയമപരമായി ചോദ്യം ചെയ്യാനും ജില്ലാ സപ്ലൈ ഓഫീസർ K. മായാദേവി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. DCRC പ്രസിഡന്റ് PR ഷോളി മുഖ്യപ്രഭാഷണം നടത്തി. ADM ആശാ C. എബ്രഹാം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കൗൺസിലർ സിമി ഷാഫി ഖാൻ, റിട്ടയർഡ് ഡെപ്യൂട്ടി ലേബർ ഓഫീസർ G. ഷിബു,
CDRC അസിസ്റ്റന്റ് രജിസ്ട്രാർ റസിയ ബീഗം, കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് കേരള ചെയർമാൻ KG വിജയകുമാരൻ നായർ, കൺസ്യൂമർ സംരക്ഷണ സമിതി ചെയർമാൻ MK ഹക്കീം മുഹമ്മദ് രാജ, ചേർത്തല താലൂക്ക് കൺസ്യൂമേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് തൈക്കൽ സത്താർ, കാർത്തികപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർ G ഓമനക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, കൺസ്യൂമർ ക്ലബ് പ്രതിനിധികൾ, ഉപഭോക്തൃ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. വിരമിച്ച ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കാത്തതിൽ പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ച് SBI പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ആലപ്പുഴ YMCA ഹാളിൽ സംഘടിപ്പിച്ച പൊതുയോഗം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K രാജീവൻ ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കാത്തതിൽ പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ച് SBI പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ആലപ്പുഴ YMCA ഹാളിൽ സംഘടിപ്പിച്ച പൊതുയോഗം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K രാജീവൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണഗതിയിൽ പ്രായമുള്ള ആൾക്കാർ 60 വയസ്സിന് മേലെയുള്ള ആൾക്കാരുടെ സംഘടനയ്ക്ക് അതിന്റെ പ്രവർത്തനത്തിൽ അതിൻ്റെതായ ധാരാളം പരിമിതികളുള്ളതാണ്, ശാരീരികമായിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഈ സംഘടന ഈ കേരളത്തിലെ എന്നല്ല മാനേജ്മെന്റിന്റെ വിഷയത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രവർത്തന കാഴ്ചവെക്കുന്ന യൂണിറ്റായിട്ട് ഈ കഴിഞ്ഞ 9 തീയതി ചണ്ഡീഗഡിൽ വെച്ച് നടന്ന യോഗത്തിൽ ഫെഡറേഷൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഐ വാസ് ത്രിൽഡ് ആസ് എ പ്രസിഡന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. എനിക്ക് ഏറ്റവും അങ്ങേയറ്റം രോമാഞ്ചം നൽകിയ നിമിഷങ്ങളായിരുന്നു. ഈ കഴിഞ്ഞ 9, 10 ചണ്ഡീഗഡിൽ വെച്ചിട്ട് ഫെഡറേഷനിലെ വാർഷിക ഗവേണിംഗ് ബോഡി യോഗവും 10 തീയതി സ്റ്റേറ്റ് ബാങ്ക് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് NK ശ്രീകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷൻ BC ഉണ്ണികൃഷ്ണൻ നായർ, ജനറൽ സെക്രട്ടറി A ജയകുമാർ, ഹെൻറി ജോൺ, ജോസഫ് പാലക്കൽ, റൈസ ബീഗം എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ സെക്രട്ടറി ജെയ്സ് മാത്യു വാർഷിക റിപ്പോർട്ടും ട്രഷറർ റെജി ജോൺ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ബാങ്ക് മാനേജ്മെന്റിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയത് കൂടാതെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരുവാൻ അംഗങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രമേയവും യോഗത്തിൽ അവതരിപ്പിച്ചു. ഉപഭോക്തൃ സംഘടനയായ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലോക ഉപഭോക്തൃ ദിനാചരണ പരിപാടിയും പുരസ്കാരദാന ചടങ്ങും സംഘടിപ്പിച്ചു. സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻമന്ത്രി G സുധാകരന് രാഷ്ട്രമിത്ര പുരസ്കാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. ഉപഭോക്തൃ സംഘടനയായ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലോക ഉപഭോക്തൃ ദിനാചരണ പരിപാടിയും പുരസ്കാരദാന ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപം ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നതോടൊപ്പം തന്നെ നമുക്കതിന് വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ വാറണ്ടിയും ഗ്യാരണ്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരം സേവനങ്ങളാണ് ലഭ്യമാക്കുന്നതെങ്കിൽ അത് എപ്രകാരം നമുക്ക് അതിന്റെ ആ ഒരു സർവീസ് കിട്ടാം എന്നുള്ളതിനെ സംബന്ധിച്ച് പലർക്കും ഒരു സംശയമുണ്ടാകും. പക്ഷേ അതിനെ സംബന്ധിച്ചുമൊക്കെ നിയമങ്ങളിൽ കൃത്യമായിട്ട് പരാമർശിക്കുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കി കൺസ്യൂമറിന്റെ അവകാശങ്ങൾ എന്താണ്, കൺസ്യൂമർക്ക് എവിടെയൊക്കെ നമുക്ക് ഇതുപോലുള്ള ഈ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സർവീസിൽ കൃത്യമായിട്ടുള്ള സേവനം നമുക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ ഏത് അധികാര കേന്ദ്രം വഴി നമുക്ക് അതിനകത്ത് പരിഹാരം തേടാം എന്നുള്ളതിനെ സംബന്ധിച്ചുമൊക്കെ തീർച്ചയായിട്ടും ഈ നിയമങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഫെഡറേഷൻ ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദേശീയ ജോയിന്റ് സെക്രട്ടറി K നന്ദകുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ജനറൽ സെക്രട്ടറി പ്രൊഫസർ R ഹരിദാസ്, പ്രോഗ്രാം കോർഡിനേറ്റർ KK ശശിധരൻ, കൺവീനർ G രാജേന്ദ്രൻ, KA ഗോവിന്ദൻ, VN രമ, ഉഷ രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് തോമസ് കുര്യൻ, B രാധാമണിയമ്മ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ദേശീയതല രാഷ്ട്രമിത്ര പുരസ്കാരം മുൻമന്ത്രി G സുധാകരനും സംസ്ഥാനതല പുരസ്കാരം ഫിലിപ്പോസ് തത്തമ്പള്ളിക്കും സമ്മാനിച്ചു. തലപടി കൃഷ്ണൻകുട്ടി, PC റോക്കി, VI ജോൺസൺ എന്നിവർക്ക് ജില്ലാതല മാന്യമിത്രം പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിച്ചു. വാർത്തകൾ വിശദമായി. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ അംഗനവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 14-ാം വാർഡിലെ 20-ാം നമ്പർ അംഗനവാടിയാണ് നാടിന് സമർപ്പിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ അംഗനവാടി കെട്ടിടം
നാടിന് സമർപ്പിച്ചു. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 16-ാം വാർഡിലെ വടക്കേ തയ്യൽ 20-ാം നമ്പർ അങ്കണവാടിയാണ് നാടിന് സമർപ്പിച്ചത്. വടക്കേ തയ്യൽ വീട്ടിൽ മൈക്കിൾ ലൈനി സൗജന്യമായി നൽകിയ 5 സെന്റ് സ്ഥലത്താണ് അങ്കണവാടി കെട്ടിടം നിർമ്മിച്ചത്. എച്ച് ഇസ്ലാം MLA പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനുവേണ്ടി പഞ്ചായത്ത് പണം വയ്ക്കാൻ പറ്റുന്ന പഞ്ചായത്ത് പൈസ മാറ്റിവെച്ചു. ജില്ലാ പഞ്ചായത്ത് പണം മാറ്റിവെക്കാൻ പറ്റും ജില്ലാ പഞ്ചായത്ത് മാറ്റിവെച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ചിലതിന് പൈസ മാറ്റിവെച്ചു. ബാക്കി MLA ഫണ്ട് എന്ന നിലയിൽ ഞാനും കുറെ അധികം പൈസ മാറ്റിവെച്ചു. ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അത് പൂർത്തിയാക്കണം എന്ന നിലയ്ക്കാണ് നമ്മളിപ്പോൾ ആലോചിച്ചൊരു കാര്യം. അങ്ങനെ ഒരു പ്ലാൻ നമ്മുടെ മണ്ഡലത്തിൽ നടപ്പാക്കിയതിന്റെ ഭാഗമായി ഇവിടെ ഇപ്പോൾ ഗീതയുടെ ഡിവിഷനിലെ ഗീതാബാബുവിന്റെ ഡിവിഷനിലെ ഇവിടെയും അപ്പുറത്തെ പഞ്ചായത്തുമായി 3 അംഗനവാടിക്ക് പൈസ കൊടുത്തു അല്ലേ? 3 നിർമ്മാണം പൂർത്തീകരിച്ചു. MLA ഫണ്ട് ഇതുവരെ പൂർത്തിയാക്കിയത് 7 പൂർത്തിയാക്കി. ഇക്കൊല്ലം 20 ലക്ഷം രൂപ വെച്ചിട്ട് 1 കോടി രൂപ 5 അംഗനവാടി നിർമ്മിക്കാൻ വേണ്ടിയുള്ള പൈസ ഈ വർഷം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടി നമുക്ക് ബാക്കി പൂർത്തിയാക്കാൻ കഴിയും. പിന്നെ ഗ്രാമപഞ്ചായത്ത് അവരുടെ ഫണ്ട് ഉപയോഗിച്ച് കുറച്ചും ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷത്തിനുള്ളിൽ അങ്കണവാടിക്ക് സമീപം ചേർന്ന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ TS താഹ, പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, വൈസ് പ്രസിഡന്റ് AP സരിത, സ്ഥിരം സമിതി അധ്യക്ഷരായ ജയ പ്രസന്നൻ, അജിത ശശി, പഞ്ചായത്ത് അംഗം വിശാഖ് വിജയൻ, സെക്രട്ടറി K സുജാത, അംഗനവാടി വർക്കർ സുമ സുരേഷ് എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാബാബു യോഗത്തിന് സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ നഗരസഭയുടെ 2025-26 വർഷത്തിലേക്കുള്ള വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള വികസന സെമിനാർ സംഘടിപ്പിച്ചു. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ എച്ച് ഇസ്ലാം MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭയുടെ 2025-26 വർഷത്തിലേക്കുള്ള വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടും പുതിയ സാമ്പത്തിക വർഷത്തിലേക്കുള്ള പദ്ധതികൾ അന്തിമമാക്കുന്നതിനുമുള്ള വികസന സെമിനാർ സംഘടിപ്പിച്ചു. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ എച്ച് ഇസ്ലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം പ്രാദേശികമായി പദ്ധതികളെ ആസൂത്രണം ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും കഴിയുന്നു എന്നുള്ളതാണ്. 25 വർഷത്തിലധികമായി കേരളത്തിൽ ജനകീയാസൂത്രണ പ്രസ്ഥാനം ആരംഭിച്ചിട്ട് അതിന്റെ ഭാഗമായി നമ്മൾ കേരളം ആർജിച്ചൊരു നേട്ടം വളരെ വളരെ വലുതാണ്. ഒരുപക്ഷെ ഈ പദ്ധതി ആരംഭിക്കും മുൻപുള്ള കേരളത്തിന്റെ വികസനത്തിന്റെ പ്രക്രിയയും അതിനുശേഷമുള്ള കാലവും തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ അതിലുണ്ടാകുന്നൊരു വ്യത്യാസം നമുക്ക് തന്നെ നല്ലതുപോലെ മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇപ്പോഴും സ്റ്റേറ്റിന്റെ ബഡ്ജറ്റിന്റെ എക്സ്പെൻഡിച്ചർ കണക്കാക്കിയാൽ സംസ്ഥാന ഗവൺമെന്റ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കായി മാറ്റിവെക്കപ്പെടുന്ന പണം 90% മേളിൽ എക്സ്പെൻഡിച്ചർ ആവുന്ന ഒരു ഹെഡാണ്. VP ചിത്തരഞ്ജൻ MLA യോഗത്തിൽ അധ്യക്ഷനായി. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ യോഗത്തിന് സ്വാഗതം പറഞ്ഞു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ MG സതീദേവി പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ നസീർ പുന്നക്കൽ, AS കവിത, MR പ്രേം, R വിനീത, DPC അംഗം DP മധു, സൗമ്യരാജ്, സലീമുല്ലാത്ത് എന്നിവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി ഷിബുൽ നാൽപ്പാട്ട് യോഗത്തിന് നന്ദി പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് വർക്കിംഗ് ഗ്രൂപ്പ് ചർച്ച, നിർദ്ദേശങ്ങൾ, ക്രോഡീകരണം എന്നിവയും നടത്തി. നഗരസഭാ കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, പൊതുപ്രവർത്തകർ എന്നിവർ വികസന സെമിനാറിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് സർവകാല റെക്കോർഡും മറികടന്ന് സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. ഗ്രാമിന് 8,220 രൂപയും പവന് 65,760 രൂപയുമാണ് ശനിയാഴ്ചത്തെ വിപണി വില. സ്വർണ്ണവിലയോടൊപ്പം കുറഞ്ഞ പണിക്കൂലിയായ 10%, 3% GSTയും HUID ചാർജ് കൂടി കൂട്ടുന്നതോടെ 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഉപഭോക്താവിന് 74,000 രൂപയോളം നൽകേണ്ടി വരും. ജില്ലാ പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 15 അന്താരാഷ്ട്ര ഉപഭോക്തൃ അവകാശ ദിനം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കാത്തതിൽ പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ച് SBI പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ആലപ്പുഴ YMCA ഹാളിൽ സംഘടിപ്പിച്ച പൊതുയോഗം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K രാജീവൻ ഉദ്ഘാടനം ചെയ്തു.
ഉപഭോക്തൃ സംഘടനയായ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലോക ഉപഭോക്തൃ ദിനാചരണ പരിപാടിയും പുരസ്കാരദാന ചടങ്ങും സംഘടിപ്പിച്ചു. സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻമന്ത്രി ജി സുധാകരന് രാഷ്ട്രമിത്ര പുരസ്കാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ അംഗനവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 16-ാം വാർഡിലെ 20-ാം നമ്പർ അംഗനവാടിയാണ് നാടിന് സമർപ്പിച്ചത്. എച്ച് ഇസ്ലാം MLA അംഗനവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭയുടെ 2025-26 വർഷത്തിലേക്കുള്ള വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള വികസന സെമിനാർ സംഘടിപ്പിച്ചു. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ എച്ച് ഇസ്ലാം MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.